ആണെങ്കിൽ മലയോര ജനതക്കാകെ സന്തോഷം പകരുന്നൊരു കാര്യമാണ്. എല്ലാ കാലത്തും ദീർഘകാലമായി മലയോര മേഖലയിലെ ഭൂപ്രശ്നങ്ങൾ ജനങ്ങൾ വല്ലാതെ വിഷമിക്കുന്നൊരു കാര്യമായിരുന്നു. ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നായിരുന്നു ആ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളത്. 2016 തന്നെ LDF സർക്കാർ അധികാരത്തിൽ വന്നത് തൊട്ട് വിവിധ രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തിയതാണ്. അത്തരം ഇടപെടലുകളുടെ ഫലമായാണ് വിപ്ലവകരമായ ഭൂപതിവ് നിയമ ഭേദഗതി കൊണ്ടുവന്നത്. ഇപ്പോൾ അതിൻ്റെ ചട്ടങ്ങൾക്ക് ഇന്ന് മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുകയാണ്. ഇനി അത് സബ്ജക്റ്റ് കമ്മിറ്റിയിൽ കൂടി പോകേണ്ടതുണ്ട്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ LDF മുന്നോട്ട് വെച്ച പ്രകടന പത്രികയിലെ പ്രധാനപ്പെട്ടൊരു വാഗ്ദാനം കൂടി ഇതോടെ യാഥാർത്ഥ്യമാവുകയാണ്. 1960 കേരള ഭൂപതിവ് നിയമത്തിന് കീഴിലെ വിവിധ ചട്ടങ്ങൾ പ്രകാരം വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും കൃഷി, ഭവന നിർമ്മാണം, അയൽ വസ്തുവിൻ്റെ ഗുണകരമായ അനുഭവം, ഷോപ്പ് സൈറ്റുകൾ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കായി പട്ടയം അനുവദിക്കുന്നതിന് വ്യവസ്ഥയുണ്ട്. ഈ കാലഘട്ടത്തിനിടയിൽ ഭൂമി പതിച്ചു കിട്ടിയ പലരും മറ്റാവശ്യങ്ങൾക്ക് ഭൂമി ഉപയോഗിക്കുകയും കൈമാറ്റം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പട്ടയ വ്യവസ്ഥകൾക്ക് അനുസൃതമല്ലാതെ നിർമ്മാണവും കൈമാറ്റവും പലർക്കും പലവിധ ബുദ്ധിമുട്ടുകളാണ് സൃഷ്ടിച്ചത്. ഇക്കാര്യത്തിൽ ഒട്ടേറെ സന്ദർഭങ്ങളിൽ വിവിധ കോടതികളുടെ ഇടപെടലുകൾ, അതിൻ്റെ ഭാഗമായുള്ള കർശനമായ നിയന്ത്രണവും ഉണ്ടായി. ഈ സാഹചര്യത്തിൽ ജനങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിന് പല മാർഗങ്ങൾ സർക്കാർ ആലോചിച്ചു. തുടർന്നാണ് 6.5 പതിറ്റാണ്ടായുള്ള മലയോര ജനതയുടെ കാത്തിരിപ്പിന് വിരാമിട്ടുകൊണ്ട് 2023 സെപ്റ്റംബർ 14 ഭൂപതിവ് നിയമ ഭേദഗതി നിയമസഭ പാസ്സാക്കിയത്. 2024 ഏപ്രിൽ 27 ഗവർണർ ബിൽ അംഗീകരിച്ചു. ജൂൺ 9 സർക്കാർ ഭൂപതിവ് നിയമം 2023 വിജ്ഞാപനം ചെയ്തു. ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വന്ന 7/6/2024 വരെ ഇത്തരം ഭൂമിയിലെ വകമാറ്റിയുള്ള വിനിയോഗങ്ങൾ ക്രമീകരിക്കുന്നതിനും
പതിച്ച് നൽകിയ ആവശ്യങ്ങൾക്കല്ലാതെ ഭൂമി മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വ്യവസ്ഥകളോടെ അനുമതി നൽകുന്നതിനും ഈ ഭേദഗതി സഹായകമാകും. തികച്ചും ജനാധിപത്യപരമായാണ് സർക്കാർ ഈ നിയമ ഭേദഗതി കൊണ്ടുവന്നിട്ടുള്ളത്. രാഷ്ട്രീയ പാർട്ടികൾ, മതമേലധ്യക്ഷന്മാർ, സാമുദായിക നേതാക്കൾ, പരിസ്ഥിതി പ്രവർത്തകർ, മാധ്യമപ്രതിനിധികൾ, നിയമവിദഗ്ധർ തുടങ്ങി എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരുമായും നടത്തിയ വിശദമായ ചർച്ചകൾക്ക് ശേഷമാണ് ഭേദഗതി തയ്യാറാക്കിയത്. നിയമസഭ ഈ ഭേദഗതി ഐകകണ്ഠ്യേനയാണ് പാസാക്കിയത്. നിലവിലുള്ള പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരത്തിനായി ഇതുവരെ ഉണ്ടായ വ്യതിചലനങ്ങൾ ക്രമീകരിക്കുന്നതോടൊപ്പം ഭൂമിയുടെ ജീവനോപാധി ലക്ഷ്യമാക്കിയുള്ള വിനിയോഗത്തിന് അനുവാദം നൽകുന്നതിനുള്ള വ്യവസ്ഥകൾ ഉണ്ടാകണം. പാരിസ്ഥിതിക ദുർബല പ്രദേശങ്ങളിൽ ഭൂമി വ്യാപകമായി ദുർവിനിയോഗം ചെയ്യുന്ന പ്രശ്നവും പരിഗണിക്കണം. മാത്രമല്ല, വിവിധ സന്ദർഭങ്ങളിൽ കോടതികളിൽ നിന്ന് വന്നിട്ടുള്ള വിലക്കുകളും നിർദ്ദേശങ്ങളും വിശദമായി പരിശോധിക്കുകയും വേണം. വിവിധ അവസരങ്ങളിൽ ഹൈക്കോടതി പുറപ്പെടുവിച്ച ഉത്തരവുകൾ അഡ്വക്കേറ്റ് ജനറലിൻ്റെയും റവന്യൂ, വ്യവസായ, ധനവകുപ്പ് മന്ത്രിമാരുടെയും ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ പരിശോധിച്ച ശേഷം വിവിധ തലത്തിലുള്ള യോഗങ്ങൾ ചേർന്നാണ് ചട്ടങ്ങൾക്ക് അന്തിമ രൂപം നൽകിയത്. 2 ചട്ടങ്ങളാണ് സർക്കാർ കൊണ്ടുവരുന്നത്. ഒന്നാമത്തേത്, പതിവ് ലഭിച്ച ഭൂമിയിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള വകമാറ്റിയുള്ള വിനിയോഗം ക്രമീകരിക്കുന്നതിനുള്ള ചട്ടങ്ങൾ. രണ്ടാമതായി, കൃഷിക്കും ഗൃഹനിർമ്മാണത്തിനും മറ്റുമായി പതിച്ചു നൽകിയ ഭൂമി പ്രധാനമായും ജീവനോപാധി ലക്ഷ്യമാക്കിയുള്ള മറ്റ് വിനിയോഗത്തിന് അനുവദിക്കുന്നുള്ള ചട്ടങ്ങൾ. ഏറ്റവും നിർണായകമായത് വകമാറ്റിയുള്ള വിനിയോഗം ക്രമീകരിക്കുന്നതിനുള്ള ചട്ടങ്ങൾക്ക് രൂപം നൽകലാണ്. വിപുലമായ ചർച്ചകൾക്ക് ശേഷം ഇന്നത്തെ മന്ത്രിസഭാ യോഗം ഇതിന് അംഗീകാരം നൽകിയിരിക്കുകയാണ്. ജീവനോപാധിക്കായി പട്ടയഭൂമി വിനിയോഗിക്കുന്നതിന് അനുമതിക്കായുള്ള രണ്ടാമത്തെ ചട്ടങ്ങൾ ഇതിന് തുടർച്ചയായി പരിഗണിക്കും. 1964 ഭൂമി പതിച്ചു നൽകൽ ചട്ടങ്ങളനുസരിച്ചും 1995 മുനിസിപ്പൽ കോർപ്പറേഷൻ പ്രദേശങ്ങളിലെ ഭൂമി പതിവ് ചട്ടങ്ങളനുസരിച്ചുമാണ് പട്ടയം കൂടുതലായി നൽകിയിട്ടുള്ളത്. എന്നാൽ സംസ്ഥാനത്ത് വിവിധ സന്ദർഭങ്ങളിൽ ഭൂമി പതിച്ചു നൽകുന്നതിന് കൊണ്ടുവന്ന മറ്റ് ചില ചട്ടങ്ങൾ കൂടിയുണ്ട്. 1970 കൃഷിയുക്ത വനഭൂമി പതിച്ചു നൽകൽ ചട്ടങ്ങൾ, കർഷക തൊഴിലാളികളുടെ
പുനരധിവാസം ചട്ടങ്ങൾ, റബ്ബർ കൃഷി, ഏലം, തേയില, കോഫി എന്നിവയ്ക്കുള്ള പതിവ് ചട്ടങ്ങൾ, വയനാട് കോളനൈസേഷൻ സ്കീം, 1993 കേരള ലാൻഡ് അസൈൻമെൻറ്റ് സ്പെഷ്യൽ റൂൾസ് തുടങ്ങിയ ചട്ടങ്ങളനുസരിച്ച് വിവിധ വിഭാഗം ജനങ്ങൾക്ക് പതിച്ചു കിട്ടിയ ഭൂമിയിലെ വകമാറ്റിയുള്ള വിനിയോഗം ക്രമീകരിക്കുക എന്ന ആവശ്യം പൂർണ്ണമായും പരിഹരിക്കപ്പെടും. കൂടുതൽ ചട്ടങ്ങൾ ഇതിൻ്റെ പരിധിയിൽ കൊണ്ടുവരേണ്ടതുണ്ടെന്ന് കണ്ടാൽ അവയും കൂട്ടിച്ചേർക്കും. സംസ്ഥാനത്ത് പട്ടയം വഴി സർക്കാർ ഭൂമി ലഭിച്ച ഏതൊരാൾക്കും അവരുടെ ജീവനോപാധിക്കായുള്ള സ്വതന്ത്ര വിനിയോഗത്തിന് തടസ്സമുണ്ടാകരുത്. ഇതാണ് സർക്കാരിൻ്റെ നിലപാട്. താമസത്തിനായുള്ള വീട് നിർമ്മാണത്തിന് നൽകിയ ഭൂമി മറ്റാവശ്യത്തിന് വിനിയോഗിച്ചുവെങ്കിൽ മാത്രമേ ക്രമീകരണം ആവശ്യമായിട്ടുള്ളൂ. ഉടമസ്ഥൻ്റെ താമസത്തിനായുള്ള എല്ലാ വീടുകളും ക്രമീകരിക്കും. അതായത് വ്യാപാര ആവശ്യത്തിന് വിനിയോഗിക്കുന്ന കെട്ടിടങ്ങൾക്കുള്ള കോമ്പൗണ്ടിങ് ഫീസ് അത് നമ്മുടെ റെസിഡൻഷ്യൽ ബിൽഡിങ്ങുകൾക്ക് ഒഴിവാക്കും. പട്ടയഭൂമി നിശ്ചിത സമയപരിധിക്ക് ശേഷമേ മറ്റൊരാൾക്ക് കൈമാറുന്നതിന് കഴിയുകയുള്ളൂ. ഇത് ലംഘിച്ചുള്ള കൈമാറ്റങ്ങൾ നടന്നിട്ടുണ്ട്. ഇപ്രകാരം ഭൂമി കൈമാറി ലഭിച്ച ഉടമസ്ഥർക്ക് ന്യായവിലയുടെ നിശ്ചിത ശതമാനം ഫീസ് ഈടാക്കി ക്രമപ്പെടുത്തി നൽകും. അതോടൊപ്പം കൈമാറ്റം വഴി ലഭിച്ച ഭൂമി മുൻകൂർ അനുമതിയോടെ വകമാറ്റി ഉപയോഗിക്കുവാൻ രണ്ടാമതായി രൂപീകരിക്കുന്ന ചട്ടങ്ങളിൽ വ്യവസ്ഥ ചെയ്യും. പൊതുവായ ചില വ്യവസ്ഥകൾ കൂടി ഇതിൻ്റെ ഭാഗമായുണ്ട്. ഈ ചട്ടമനുസരിച്ച് പതിവുകാരൻ, അതായത് ഉടമസ്ഥൻ എന്നത് ഭൂമി പതിച്ചു കിട്ടിയ വ്യക്തിയും അനന്തരാവകാശിയും പിന്തുടർച്ചാവകാശിയും ഭൂമി പതിവ് വ്യവസ്ഥകൾ ലംഘിച്ച ശേഷമുള്ള കൈമാറി ലഭിച്ച ഉദ്യോഗസ്ഥനും ഉടമസ്ഥനും ഉൾപ്പെടുന്നു. ഭൂമി പതിവ് വ്യവസ്ഥകൾ ലംഘിച്ചതിന് ശേഷമുള്ള കൈമാറി ലഭിച്ച ഉടമസ്ഥനും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇക്കാരണത്താൽ നിലവിലുള്ള ഉടമസ്ഥന് തൻ്റെ ഉടമസ്ഥാവകാശം സ്ഥാപിക്കുന്നതിനുള്ള രേഖകൾ മാത്രം സമർപ്പിച്ചാൽ മതിയാകും. രണ്ടാമത്തത്, അപേക്ഷകൾ കൈകാര്യം ചെയ്യുന്നതിന് ഒരു ഓൺലൈൻ പോർട്ടൽ ഏർപ്പെടുത്തും. അപേക്ഷ സമർപ്പിക്കുവാനും അതിലെ തുടർ നടപടികൾ നിരീക്ഷിക്കുവാനും നടപടി സ്വീകരിക്കും. മൂന്നാമത്തത്, വകമാറ്റിയുള്ള വിനിയോഗം ക്രമീകരിക്കുന്നതിനുള്ള അപേക്ഷ സമർപ്പിക്കാൻ 1 വർഷം വരെ സമയം അനുവദിക്കും. ആവശ്യമെങ്കിൽ കാലാവധി നീട്ടി നൽകുകയും ചെയ്യും. ഇക്കാരണത്താൽ അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് സാവകാശവും ലഭിക്കും. 4, പതിവ് ലഭിച്ച ഭൂമിയിലെ പട്ടയവ്യവസ്ഥ ലംഘിച്ച് എത്ര അളവ് ഭൂമി മറ്റാവശ്യത്തിന് വിനിയോഗിച്ചിട്ടുണ്ടോ
ആ ഭൂമിയിലെ വകമാറ്റിയുള്ള വിനിയോഗം മാത്രമാണ് ക്രമീകരിക്കുക. ബാക്കിയുള്ള ഭൂമി നേരത്തെയുള്ള പട്ടയ വ്യവസ്ഥയ്ക്ക് വിധേയമായിരിക്കും. ഇവിടെ മറ്റാവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് പ്രത്യേക അനുമതി തേടേണ്ടതാണ്. അതായത് ക്രമവിരുദ്ധമായ പ്രവർത്തനങ്ങളൊന്നും തന്നെ പിന്നീട് അനുവദിക്കുകയില്ല. 5. ഒരു പ്രത്യേക ആവശ്യത്തിനായി അനുവദിച്ച പട്ടയഭൂമിയിൽ നിർമ്മിച്ച വീടുകൾക്ക് ക്രമീകരണം ആവശ്യമെങ്കിൽ നിർമ്മിതിയുടെ വലിപ്പം നോക്കാതെ ക്രമവൽക്കരിച്ച് നൽകും. അപേക്ഷയോടൊപ്പമുള്ള ചെറിയ ഫീസ് മാത്രം നൽകിയാൽ മതി. കോമ്പൗണ്ടിംഗ് ഫീസ് പൂർണ്ണമായും ഒഴിവാക്കും. ഉടമ സമർപ്പിക്കുന്ന സത്യവാങ്മൂലം അടിസ്ഥാനമാക്കിയാകും നടപടി. 6. സമാനമായി പതിവ് ഭൂമിയിലെ സർക്കാർ കെട്ടിടങ്ങൾ, പൊതുസ്ഥലങ്ങൾ, ജീവനോപാധിക്കുള്ള 3000 സ്ക്വയർ ഫീറ്റ് വരെയുള്ള വാണിജ്യ കെട്ടിടങ്ങൾ, ഇതെല്ലാം കോമ്പൗണ്ടിംഗ് ഫീസ് ഈടാക്കാതെ ക്രമവൽക്കരിക്കും. അപേക്ഷ ലഭിച്ച് 90 ദിവസത്തിനകം ബന്ധപ്പെട്ടവർ തീരുമാനമെടുക്കണം. അങ്ങനെ തീരുമാനമെടുത്തില്ലെങ്കിൽ ഡീംഡ് പെർമിഷൻ ആയി കണക്കാക്കിയുള്ള ഉത്തരവ് ലഭിക്കും. ഇതിന് ഓൺലൈൻ സംവിധാനത്തിലൂടെ സർട്ടിഫിക്കറ്റ് നൽകും. കൃഷിക്കും കൃഷി അനുബന്ധ ആവശ്യത്തിനും വിദ്യാഭ്യാസ, മതപര, സാംസ്കാരിക, വിനോദ ആവശ്യങ്ങൾക്കും സാമുദായിക സംഘടനകളുടെയും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെയും ആവശ്യത്തിനും ആശുപത്രികൾ, സർക്കാർ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഭൂമി നിർമ്മാണങ്ങൾ മുതലായവയുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചതായുള്ള കെട്ടിടങ്ങൾ കോമ്പൗണ്ടിംഗ് ഫീസ് ഈടാക്കാതെ ക്രമവൽക്കരിക്കും. ഇടത്തരം വാണിജ്യ കെട്ടിടങ്ങൾ അവയുടെ വലിപ്പമനുസരിച്ച് നിശ്ചിത ശതമാനം കോമ്പൗണ്ടിംഗ് ഫീസ് ഈടാക്കി ക്രമീകരിക്കും. ഇതിൽ ഒരു പട്ടിക ഇന്ന് ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതുകൂടി ഇതിൻ്റെ കൂടെ പറയുന്നതായിരിക്കും നന്നാണ്. ഇപ്പം സാധാരണഗതിയിൽ കാർഷിക പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനോ കാർഷികോൽപ്പന്നപരമോ ആയ ആവശ്യങ്ങൾക്കായി നിർമ്മിച്ച കെട്ടിടം, മറ്റൊന്ന് ആരാധനാലയമായി ഉപയോഗിക്കുന്ന ഭൂമി, ഭൂമിയിൽ സർക്കാർ അംഗീകാരമുള്ളതോ യൂണിവേഴ്സിറ്റികളിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ളതോ ആയ അൺഎയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിർമ്മിച്ചതും ഉപയോഗിക്കുന്നതുമായ കെട്ടിടം, ഇതിനെല്ലാം ഫീസ് ഉണ്ടാവില്ല. സാംസ്കാരിക, വിനോദ അല്ലെങ്കിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി രജിസ്റ്റർ ചെയ്ത സൊസൈറ്റി, അംഗീകൃത രാഷ്ട്രീയ പാർട്ടികൾ ഉപയോഗിക്കുന്ന സ്ഥലത്ത് നിർമ്മിച്ച കെട്ടിടം, സർക്കാർ അംഗീകരിച്ച രജിസ്റ്റർ ചെയ്ത സാമൂഹിക സംഘടന ഉപയോഗിക്കുന്ന സ്ഥലത്ത് നിർമ്മിച്ച കെട്ടിടം, രജിസ്റ്റർ ചെയ്ത സഹകരണ സംഘങ്ങൾ നിർമ്മിച്ചതും ഉപയോഗിക്കുന്നതുമായ കെട്ടിടം, ഭൂമി പതിച്ച് ലഭിച്ച ചട്ടങ്ങൾ, പട്ടയം അല്ലെങ്കിൽ അസൈൻമെൻറ്റ് ഉത്തരവ് എന്നിവയിൽ നിർദ്ദേശിച്ചിരിക്കുന്ന സമയപരിധി ലംഘിച്ചുകൊണ്ട് കൈമാറ്റം ചെയ്യപ്പെടുന്ന കേസുകൾ, ഇവക്കെല്ലാം ന്യായവിലയുടെ 1% ഫീസ് ഈടാക്കുക. അടുത്തത്, കാർഷിക പാർപ്പിട ആവശ്യങ്ങൾക്കായി അനുവദിച്ച ഭൂമിയിൽ 3000 ചതുരശ്ര അടി മുതൽ 5000 ചതുരശ്ര അടി വരെ വിസ്തീർണമുള്ള
വാണിജ്യ അല്ലെങ്കിൽ വ്യാവസായിക കെട്ടിടങ്ങൾ നിർമ്മിച്ചവ. അതിൽ ഫീസിൻ്റെ ഭാഗമാണ് ഇനി പറയുന്നത്. കെട്ടിടം നിർമ്മിച്ചിരിക്കുന്ന സ്ഥലത്തിൻ്റെയോ വാണിജ്യ അല്ലെങ്കിൽ വ്യാവസായിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യം വേണ്ട ഭൂമിയുടെയോ ന്യായവിലയുടെ 5%. പട്ടയഭൂമിയിൽ നിർമ്മിച്ചതും ആശുപത്രിയായി ഉപയോഗിക്കുന്നതുമായ കെട്ടിടം കാർഷിക പാർപ്പിട ആവശ്യങ്ങൾക്കായി അനുവദിച്ച ഭൂമിയിൽ 5000 ചതുരശ്രടി മുതൽ 10000 ചതുരശ്രടി വരെ വിസ്തീർണമുള്ള വാണിജ്യ അല്ലെങ്കിൽ വ്യാവസായിക കെട്ടിടങ്ങൾ നിർമ്മിച്ചവ. ആശുപത്രി എന്ന് പറയുന്നത് സ്വകാര്യ ആശുപത്രിയാണ്. കെട്ടിടം നിർമ്മിച്ചിരിക്കുന്ന സ്ഥലത്തിൻ്റെയോ വാണിജ്യ അല്ലെങ്കിൽ വ്യാവസായിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യം വേണ്ട ഭൂമിയുടെയോ ന്യായവിലയുടെ 10%. കെട്ടിടം പണിയാതെ വ്യാവസായിക വാണിജ്യ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഭൂമി, കെട്ടിടങ്ങൾ നിർമ്മിച്ചതോ നിർമ്മിക്കാതെയോ വിനോദസഞ്ചാര ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഭൂമി, ഭൂമിയുടെ ന്യായവിലയുടെ 10%. കാർഷിക പാർപ്പിട ആവശ്യങ്ങൾക്കായി അനുവദിച്ച ഭൂമിയിൽ 10000 ചതുരശ്രടിയിൽ കൂടുതലും 25000 ചതുരശ്രടിയിൽ താഴെയും വിസ്തീർണമുള്ള വാണിജ്യ അല്ലെങ്കിൽ വ്യാവസായിക കെട്ടിടങ്ങൾ. ഒരു ഫീസ് വരുന്നത് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്ന സ്ഥലത്തിൻ്റെയോ വാണിജ്യ അല്ലെങ്കിൽ വ്യാവസായിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യം വേണ്ട ഭൂമിയുടെയോ ന്യായവിലയുടെ 20%. അത് 10000 ചതുരശ്രടി മുതൽ 25000 ചതുരശ്രടി വരെയുള്ള സ്ഥലത്തിനാണിത്. കാർഷിക പാർപ്പിട ആവശ്യങ്ങൾക്കായി അനുവദിച്ച ഭൂമിയിൽ 25000 ചതുരശ്രടിയിൽ കൂടുതലും 50000 ചതുരശ്രടിയിൽ താഴെയുമുള്ള വാണിജ്യ അല്ലെങ്കിൽ വ്യാവസായിക കെട്ടിടങ്ങൾ നിർമ്മിച്ചാൽ അതിൻ്റെ ഫീസ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്ന സ്ഥലത്തിൻ്റെയോ വാണിജ്യ അല്ലെങ്കിൽ വ്യാവസായിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യം വേണ്ട ഭൂമിയുടെയോ ന്യായവിലയുടെ 40%. കാർഷിക പാർപ്പിട ആവശ്യങ്ങൾക്കായി അനുവദിച്ച സ്ഥലത്ത് 50000 ചതുരശ്രടിയിൽ കൂടുതലുള്ള വാണിജ്യ അല്ലെങ്കിൽ വ്യാവസായിക കെട്ടിടങ്ങൾ നിർമ്മിച്ചാൽ ബി. ക്വാറി പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് ആവശ്യമായ എല്ലാ പെർമിറ്റുകളും ലൈസൻസുകളും നേടിയ ശേഷം പെർമിറ്റുകളോ ലൈസൻസുകളോ ലഭിച്ച ഭൂമികൾ. ഈ 2 കാറ്റഗറിക്കും കെട്ടിടം നിർമ്മിച്ച സ്ഥലത്തിൻ്റെയോ വാണിജ്യ അല്ലെങ്കിൽ വ്യാവസായിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യം വേണ്ട ഭൂമിയുടെയോ ന്യായവിലയുടെ 50%. ഇവിടെ ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ടിന്മേലോ ഏതെങ്കിലും വ്യക്തിയുടെ ആക്ഷേപത്തിന്മേലോ സ്വമേധയാലോ ഏത് സമയത്തും ഈ ചട്ടത്തിന് കീഴിൽ പുറപ്പെടുവിച്ച ഏതൊരു ഉത്തരവും പുനഃപരിശോധിക്കുവാൻ സർക്കാരിന് അധികാരമുണ്ടായിരിക്കും. കൂടാതെ സർക്കാരിന് പൊതു താൽപ്പര്യം മുൻനിർത്തി പ്രത്യേക അധികാരം വിനിയോഗിക്കുന്നതിനും അനുവാദം നൽകുന്നുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ സംസ്ഥാനത്തെ മലയോര ജനതയുടെ പതിറ്റാണ്ടുകളായുള്ള ആവശ്യമാണ് ഇതുവഴി നിറവേറ്റപ്പെടുന്നത്. ഇതോടെ മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിച്ച ഭൂമി നിയമവിധേയമാവുകയാണ്. അതോടൊപ്പം ചെറുകിട ഇടത്തരം ആളുകളെ
സങ്കീർണമായ നടപടിക്രമങ്ങൾ ഒഴിവാക്കി ലംഘനങ്ങൾ ക്രമവൽക്കരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. മുൻപ് സൂചിപ്പിച്ചതുപോലെ പല വിഭാഗങ്ങളെയും ഫീസിൽ നിന്ന് ഒഴിവാക്കി താരതമ്യേന കുറഞ്ഞ ഫീസ് നിരക്ക് ഏർപ്പെടുത്തി ക്രമവൽക്കരണത്തിൽ ലഘൂകരിച്ച നടപടിക്രമങ്ങൾ സ്വീകരിച്ചിരിക്കുകയാണ്. ഇത് മലയോര ജനതയോടുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിബദ്ധതയ്ക്ക് അടിവരയിടുന്നൊരു കാര്യമാണ്. ഇതോടൊപ്പം ചൂണ്ടിക്കാണിക്കാനുള്ളൊരു കാര്യം GSTയുമായി ബന്ധപ്പെട്ടതാണ്. GST നിരക്ക് ഘടനയുടെ പരിഷ്കരണം നടപ്പാക്കുമ്പോൾ സംസ്ഥാനത്തിനുണ്ടാകുന്ന വരുമാന നഷ്ടത്തെക്കുറിച്ച് വലിയ ആശങ്കയാണുള്ളത്. ഇത് ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ GST നിരക്ക് ഘടന പുനഃപരിശോധിക്കുമെന്നുള്ള പ്രഖ്യാപനമാണ് ഉണ്ടായത്. ഇക്കാര്യത്തിൽ സംസ്ഥാന ധനമന്ത്രിമാരുടെ സമിതിയിൽ ചർച്ചകൾ നടന്നിട്ടുണ്ട്. GST കൗൺസിൽ യോഗം ഉടനെ ചേരുമെന്നും മനസ്സിലാക്കുന്നതാണ്. GST നിരക്കുകൾ പുനഃപരിശോധിക്കുമ്പോൾ വരുമാന നഷ്ടം നേരിടുന്ന സംസ്ഥാനങ്ങളുടെ ആശങ്കകൾ കേന്ദ്രം പരിഹരിക്കേണ്ടതുണ്ട്. കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള 50:50 എന്ന നിരക്ക്, ആ നിരക്ക് വിഭജനം സംസ്ഥാനങ്ങളുടെ വരുമാനക്കുറവിന് കാരണമാവുകയാണ്. അവശ്യവസ്തുക്കളുടെ നികുതി നിരക്ക് കുറക്കുന്നതിലൂടെ സാധാരണ പൗരൻ്റെ നികുതി ഭാരം കുറക്കാൻ കഴിയുന്ന ഏതൊരു നടപടിയും സ്വാഗതാർഹമാണ്. പക്ഷേ സംസ്ഥാനങ്ങൾക്കുള്ള വരുമാന നഷ്ടം ദരിദ്രർക്കും സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങൾക്കും വേണ്ടിയുള്ള ക്ഷേമപ്രവർത്തനങ്ങൾക്കാണ് തടസ്സമുണ്ടാക്കുക. അതുകൊണ്ട് തന്നെ സംസ്ഥാനങ്ങൾക്ക് ആവശ്യമായ നഷ്ടപരിഹാരം ലഭിക്കണം. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും നിരക്ക് പുനഃപരിശോധിച്ചതുമൂലം വിലയിലുണ്ടായ കുറവ് ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുന്നുവെന്ന് ഉറപ്പുവരുത്തണം. ഇതും പ്രധാനമന്ത്രിയോട് കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ സാധാരണ നിലക്ക് കണ്ടുവരുന്ന ഒരു രീതി, വിലയിൽ കുറവ് ഉപഭോക്താക്കൾക്ക് ഇത്തരം ഘട്ടത്തിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അത് ഉറപ്പുവരുത്തണം എന്നുള്ളതാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. സാമൂഹ്യ സാമ്പത്തിക മേഖലകളിലെ ചെലവ് ബാധ്യതകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സംസ്ഥാനങ്ങൾക്ക് വളരെ പരിമിതമായ വരുമാന സമാഹരണ അധികാരങ്ങൾ മാത്രമേ ഉള്ളൂ. നിലവിൽ ഓപ്പൺ മാർക്കറ്റ് കടമെടുപ്പുകളിലൂടെ വിഭവങ്ങൾ സമാഹരിക്കുന്നതിന് നിരവധി നിയന്ത്രണങ്ങളുണ്ട്. ഈ സാഹചര്യം കണക്കിലെടുക്കുമ്പോൾ GST നിരക്ക് പരിഷ്കരിക്കുന്നതിലൂടെ പെട്ടെന്നുണ്ടാകുന്ന വരുമാന നഷ്ടം സംസ്ഥാനങ്ങളുടെ വരുമാന ശേഖരണ ശേഷിയെ കൂടുതൽ ദുർബലമാക്കും. അതുകൊണ്ട് GST നിരക്ക് പുനഃപരിശോധിക്കുമ്പോൾ സംസ്ഥാനത്തിൻ്റെ വരുമാന നഷ്ടം വിലയിരുത്തുന്നതിന് ആവശ്യമായ നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണം. മതിയായ നഷ്ടപരിഹാരം
നൽകുന്നതിന് സംവിധാനം ഏർപ്പെടുത്തണം. ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രിയുടെ അടിയന്തര ഇടപെടൽ ഉണ്ടാകേണ്ടതുണ്ട്. നമ്മുടെ സംസ്ഥാനം നേരിടുന്ന മറ്റൊരു പ്രശ്നമാണ് സംസ്ഥാനം നേടിയ വികസന കുതിപ്പിൽ പുതിയൊരധ്യായത്തിനു കൂടി ഈ മാസം 31-ന് തുടക്കമാവുകയാണ്. ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപ്പാത, ആ തുരങ്കപ്പാതയുടെ നിർമ്മാണ പ്രവൃത്തികൾക്ക് അന്നാണ് തുടക്കം കുറിക്കുന്നത്. പാരിസ്ഥിതിക അനുമതി ലഭിച്ചതിനെ തുടർന്നാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന തുരങ്കപാതയുടെ നിർമ്മാണ ചെലവ് 2134 കോടി രൂപയാണ്. 8.73 കിലോമീറ്റർ ദൂരം വരുന്ന പാതയുടെ 8.1 കിലോമീറ്റർ ഇരട്ട ടണലായാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡാണ് പാതയുടെ നിർവഹണ ഏജൻസി. കോഴിക്കോട്, വയനാട് ജില്ലകളിലായി 33 ഹെക്ടറോളം ഭൂമിയാണ് ഇതിനായി ഏറ്റെടുക്കേണ്ടത്. ഇതിൽ വനഭൂമി നേരത്തെ കൈമാറിയിട്ടുണ്ട്. കൂടാതെ 90% സ്വകാര്യ ഭൂമിയും ഏറ്റെടുത്തു കഴിഞ്ഞു. ടണൽ റോഡിലേക്കുള്ള പ്രധാന പാതയുടെ പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ട്. 2 പാക്കേജുകളിലായാണ് നിർമ്മാണം പൂർത്തീകരിക്കുക. പാലവും അപ്രോച്ച് റോഡും ഒന്നാമത്തെ പാക്കേജിലും, ടണൽ പാത നിർമ്മാണം രണ്ടാമത്തെ പാക്കേജിലുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 4 വരി ഗതാഗതമാണ് പദ്ധതിയിലുള്ളത്. ടണൽ വെന്റിലേഷൻ, അഗ്നിശമന സംവിധാനം, ടണൽ റേഡിയോ സിസ്റ്റം, ടെലിഫോൺ സിസ്റ്റം, ശബ്ദ സംവിധാനം, എസ്കേപ്പ് റൂട്ട്, ലൈറ്റിംഗ്, ട്രാഫിക് ലൈറ്റ്, CCTV, എമർജൻസി കോൾ സിസ്റ്റം തുടങ്ങിയ സംവിധാനങ്ങളും തുരങ്കപാതയിലുണ്ടാകും. കഴിഞ്ഞ സർക്കാരിൻ്റെ 100 ദിന കർമ്മപദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് തുരങ്കപാത പദ്ധതിക്ക് തുടക്കമിട്ടത്. ഒട്ടേറെ കടമ്പകൾ കടന്നാണ് അനുമതി നേടിയത്. തുരങ്കപാത യാഥാർത്ഥ്യമാകുന്നതോടെ ആനക്കാംപൊയിലിൽ നിന്ന് 22 കിലോമീറ്റർ കൊണ്ട് മേപ്പാടിയിലെത്താം. ചുങ്കം യാത്രാ ദുരിതത്തിനും ചുരം യാത്രാ ദുരിതത്തിനും ഇതോടെ പരിഹാരമാകും. തുരങ്കപ്പാത യാഥാർത്ഥ്യമാവുന്നതോടെ കേരളത്തിൽ നിന്ന് കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളിലേക്കുള്ള യാത്ര സുഗമമാകും. മലയോര മേഖലയുടെ സമഗ്ര വികസനത്തിന് ഗുണകരമായുള്ള ഒരു ചരിത്ര നേട്ടം കൂടിയായി ഇത് മാറും. നമ്മുടെ സംസ്ഥാനത്തുള്ള ലഹരിയുടെ ഉപയോഗവും വിപണനവും തടയുന്നതിന് സംസ്ഥാനത്ത് നടപ്പാക്കുന്ന പ്രതിരോധ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഫെബ്രുവരി 22 മുതൽ ഫെബ്രുവരി 22 മുതൽ ആഗസ്റ്റ് 25 വരെയുള്ള കാലയളവിൽ ഓപ്പറേഷൻ ഡി ഹണ്ടിൻ്റെ ഭാഗമായി 3,82,366 വ്യക്തികളെ പരിശോധിച്ചു. 222
വലിയ അളവിൽ വിൽപ്പന നടത്തിയ കേസുകൾ 704 ഇടത്തരം വിൽപ്പന കേസുകൾ, അങ്ങനെ ആകെ 23,652 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 24,986 പേരെ അറസ്റ്റ് ചെയ്തു. ഈ കാലയളവിൽ 16 കിലോഗ്രാം MDAയും 2144 കിലോഗ്രാം കഞ്ചാവും പിടിച്ചെടുത്തിട്ടുണ്ട്. ആഗസ്റ്റ് 17 മുതൽ 23 വരെയുള്ള കാലയളവിൽ എക്സൈസ് വിഭാഗം 30 കിലോഗ്രാം കഞ്ചാവും 17 ഗ്രാം MDMAയും 72 ഗ്രാം മെത്താഫിറ്റമിനും പിടികൂടിയിട്ടുണ്ട്. 311 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 290 പ്രതികളെ അറസ്റ്റ് ചെയ്തു. ഇന്നലെ അത്തം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി സംസ്ഥാനമാകെ ഓണാഘോഷത്തിൻ്റെ നാളുകളാണ്. എല്ലാവർക്കും അഡ്വാൻസായി ഓണാശംസകൾ നേരുന്നു. കേന്ദ്ര നയങ്ങൾ സൃഷ്ടിച്ച ആഘാതത്തിൻ്റെ ഭാഗമായി സംസ്ഥാനങ്ങൾ പൊതുവെയും നമ്മുടെ കേരളം പ്രത്യേകിച്ചും സാമ്പത്തിക പ്രയാസം അനുഭവിക്കുകയാണ്. ഈ പ്രയാസങ്ങൾ കാരണം സർക്കാരിൻ്റെ സാമ്പത്തിക നില തകർന്നു എന്ന പ്രതീതി സൃഷ്ടിക്കാൻ ചില കേന്ദ്രങ്ങൾ സംഘടിതമായി തന്നെ ശ്രമിക്കുന്നുണ്ട്. വലിയ സാമ്പത്തിക തകർച്ചയാണ്. ദൈനംദിന ചെലവുകൾക്ക് പോലും ബുദ്ധിമുട്ടനുഭവിക്കുന്നു. ഇങ്ങനെയുള്ള വ്യാജ പ്രചരണങ്ങൾ വരെ ശക്തിപ്പെടുന്നുണ്ട്. എന്നാൽ കേന്ദ്ര നയങ്ങളുടെ ഫലമായി ഉണ്ടായ പ്രയാസങ്ങൾക്ക് മുന്നിൽ നിസ്സംഗമായി നിൽക്കാനല്ല സംസ്ഥാന സർക്കാർ തയ്യാറായത്. ചെലവുകൾ ക്രമീകരിച്ച് നികുതി പരിശ്രമം വർദ്ധിപ്പിച്ച് സർക്കാർ മുന്നോട്ട് പോവുകയാണ്. വിവിധ മേഖലകളിൽ ഈ ഓണക്കാലത്ത് ലഭിക്കേണ്ട ക്ഷേമാനുകൂല്യങ്ങൾ കൃത്യമായി വിതരണം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. 19,575 കോടി രൂപയാണ് ഇതിനുവേണ്ടി മാത്രം ഈ ഘട്ടത്തിൽ ചെലവഴിച്ചത്. ശമ്പളം, ബോണസ്, പെൻഷൻ, ഫെസ്റ്റിവൽ അലവൻസ്, ഓണം അഡ്വാൻസ്, ക്ഷാമബത്ത, ക്ഷാമാശ്വാസം എന്നീ ഇനങ്ങൾക്കായി 12,100 കോടി രൂപ നീക്കിവെച്ചു. 2 ഗഡു ക്ഷേമ പെൻഷൻ നൽകാനായി 1,800 കോടി രൂപയാണ് ചെലവിടുന്നത്. വിലക്കയറ്റം പിടിച്ചു നിർത്താനുള്ള വിപണി ഇടപെടലടക്കം സപ്ലൈകോക്ക് 262 കോടി രൂപ നൽകി. AAY കാർഡുടമകൾക്കും ക്ഷേമസ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കും ഓണക്കിറ്റ് നൽകാൻ 34,29 ലക്ഷം രൂപയാണ് അനുവദിച്ചത്. പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങളിലെ തൊഴിലാളികൾക്ക് ഓണക്കിറ്റ് നൽകാൻ 22 കോടി രൂപ മാറ്റിവെച്ചു. ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് 1,200 രൂപ വീതം നൽകുന്നതിനായി 52 കോടി രൂപ മാറ്റിവെച്ചു. റേഷൻ സാധനങ്ങൾ വാതിൽപ്പടി വിതരണം നൽകുന്നതിന് 50 കോടി, അതേപോലെ തന്നെ കരാർ ജീവനക്കാർക്കുള്ള BDS പേയ്മെൻറ്റ് 300 കോടി രൂപയും അനുവദിച്ചു. പൂട്ടിക്കിടക്കുന്ന
കശുവണ്ടി ഫാക്ടറി തൊഴിലാളികൾക്ക് എക്സ്ഗ്രേഷ്യയും അരിയും നൽകാൻ 3,46,00,000 രൂപ അനുവദിച്ചു. സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ചുള്ള അപവാദ പ്രചരണങ്ങൾക്ക് പ്രസക്തിയില്ല എന്ന് ഈ കണക്കുകൾ തെളിയിക്കുകയാണ്. ഓണത്തിന് ഭക്ഷ്യവസ്തുക്കൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കാൻ ആവശ്യമായ നടപടികളാണ് പൊതുവെ സ്വീകരിച്ചു വരുന്നത്. ഈ വർഷത്തെ സപ്ലൈകോ ഓണം ഫെയറുകൾക്ക് ഇതിനകം തുടക്കമായിട്ടുണ്ട്. 250-ലധികം ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് ഓഫറുകളും വിലക്കുറവും നൽകുകയാണ്. 1000-ലധികം വരുന്ന വിൽപ്പനശാലകളിലും ഈ ഓഫറുകൾ ലഭ്യമാണ്. ജില്ലാതല ഫെയറുകൾ മാത്രമല്ല, മുഴുവൻ നിയമസഭാ മണ്ഡലങ്ങളിലും ഓണം ഫെയർ നടത്താനാണ് നിശ്ചയിച്ചിട്ടുള്ളത്. സംസ്ഥാനത്തെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും സഞ്ചരിക്കുന്ന ഓണച്ചന്തകളും സംഘടിപ്പിക്കുന്നുണ്ട്. സാമൂഹ്യ സുരക്ഷ, ക്ഷേമനിധി പെൻഷൻ, ആ ഗുണഭോക്താക്കൾക്ക് 2 ഗഡു ക്ഷേമ പെൻഷൻ കഴിഞ്ഞ ദിവസം അനുവദിച്ചിട്ടുണ്ട്. ജീവനക്കാരോടും പെൻഷൻകാരോടും പ്രതിജ്ഞാബദ്ധമായ നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നത്. തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾക്ക് സർക്കാരിൻ്റെ ഓണസമ്മാനം 200 രൂപ വർദ്ധിപ്പിച്ചു. ഇത്തവണ 1200 രൂപ വീതമാണ് ഇവർക്ക് നൽകുന്നത്. സർവീസ് പെൻഷൻകാർക്കുള്ള ക്ഷാമാശ്വാസം 1 ഗഡു അനുവദിച്ചു. സംസ്ഥാന ജീവനക്കാർക്കും അധ്യാപകർക്കും 1 ഗഡു ക്ഷാമബത്തയും അനുവദിച്ചു. UGC, ICTE, മെഡിക്കൽ സർവീസസ് ഉൾപ്പെടെയുള്ളവർക്കും DA, DR വർധനവിൻ്റെ ആനുകൂല്യം ലഭിക്കും. സെപ്റ്റംബർ 1 ലഭിക്കുന്ന ശമ്പളത്തിനും പെൻഷനുമൊപ്പം പുതിയ ആനുകൂല്യം കിട്ടിത്തുടങ്ങും. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ജില്ലാ CDS, ADS തലങ്ങളിൽ ഓണം മേളകൾ സംഘടിപ്പിക്കും. കുടുംബശ്രീ മുഖേന പച്ചക്കറിയും പൂക്കൃഷിയും നടത്തിയിട്ടുണ്ട്. അതിൻ്റെ വിളവെടുപ്പ് നടത്തുകയാണ്. കൺസ്യൂമർ ഫെഡ് വഴിയും പ്രാഥമിക സഹകരണ സംഘങ്ങൾ വഴിയും പച്ചക്കറിയും നിത്യോപയോഗ സാധനങ്ങളും വിതരണം നടത്തുകയാണ്. സഹകരണ സംഘങ്ങളുടെ തനതുൽപ്പന്നങ്ങൾക്കുള്ള പ്രധാന വിപണി കൂടിയായി കൺസ്യൂമർ ഫെഡ് വിൽപ്പനശാലകൾ മാറുകയാണ്. കൂടുതൽ പ്രാഥമിക സംഘങ്ങൾ പച്ചക്കറി കൃഷി ചെയ്ത് ഓണം വിപണിയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഇതുകൂടാതെ ഹോർട്ടികോർപ്പിൻ്റെ പച്ചക്കറി ചന്തകളും കൃഷി വകുപ്പിൻ്റെ മറ്റ് സംവിധാനങ്ങളും സജീവമാണ്. നേരത്തെ ഒരു ഫയൽ അദാലത്ത് നടത്തുകയുണ്ടായി. സെക്രട്ടേറിയറ്റിലും വകുപ്പ് അധ്യക്ഷന്മാരുടെ കാര്യാലയങ്ങളിലും പൊതുജനങ്ങളുമായി ബന്ധപ്പെട്ട മറ്റ് സ്ഥാപനങ്ങളിലും ജൂലൈ 1 ആരംഭിച്ച ഫയൽ അദാലത്തിൻ്റെ ഭാഗമായി ഇതുവരെയുള്ള കണക്ക് പ്രകാരം സെക്രട്ടേറിയറ്റ്, ഡയറക്ടറേറ്റുകൾ, യൂട്ടിലിറ്റി റെഗുലേറ്ററി സ്ഥാപനങ്ങൾ എന്നിവ ഒരുമിച്ച് പരിഗണിക്കുമ്പോൾ ആകെ 53.87% ഫയലുകൾ തീർപ്പാക്കിയിട്ടുണ്ട്. ചീഫ് സെക്രട്ടറി നടത്തുന്ന പ്രതിമാസ യോഗങ്ങളിൽ ഇതിൻ്റെ പുരോഗതി തുടർച്ചയായി വിലയിരുത്തും. ഫയൽ അദാലത്തിനായി തയ്യാറാക്കിയ പോർട്ടൽ തുടർ സംവിധാനമായി നിലനിർത്തും. 3 മാസത്തിന് ശേഷം
പുരോഗതി വീണ്ടും വിലയിരുത്തുന്നതിനും നടപടി സ്വീകരിക്കും. ഇത്രയുമാണ് നിങ്ങളുടെ മുന്നിൽ പറയാനുള്ളത്. നിയമസഭാ സമ്മേളനം സെപ്റ്റംബർ 15 മുതൽ വിളിച്ചു ചേർക്കുന്നതിന് ബഹുമാനപ്പെട്ട ഗവർണറോട് ശുപാർശ ചെയ്യാൻ ഇന്നത്തെ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. ആദ്യം നല്ലത് ഈ നേരത്തെ പറഞ്ഞ മലയോര കർഷകരുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങൾ ആയിക്കോട്ടെ, ആദ്യം അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാദ്യം ഉന്നയിക്കുക. ഗുണഭോക്താക്കളുടെ അപേക്ഷ വരുമ്പോഴല്ലേ നമുക്കറിയാൻ പറ്റുക. ഇത് കേരളത്തിലുണ്ടായിട്ടുള്ള ഒരു കോടതി വിധിയുടെ ഭാഗമായി ഈ പ്രശ്നമുള്ള 11 ചട്ടങ്ങൾ എല്ലാവരെയും ബാധിക്കും. എല്ലാവർക്കും ഇതിൻ്റെ ഗുണഫലം ഉണ്ടാവും. റെഗുലറൈസേഷനാണ്. നേരത്തെ CM പറഞ്ഞു പെർമിഷന് വരാൻ പോകുന്നുള്ളൂ. റെഗുലറൈസേഷൻ ആയതുകൊണ്ട് ഇപ്പോൾ ഉള്ള ഭൂമിയിൽ റെഗുലറൈസ് ചെയ്യേണ്ട എല്ലാ കോൺട്രവെൻഷൻസും നമ്മൾ ഇതോടുകൂടി റെഗുലറൈസ് ചെയ്യും. അത് എത്രയാണോ അത്രയും പറ്റും. ഭൂമിക്കാണ് റെഗുലറൈസേഷൻ. ഈ ഭൂമിയിൽ നിങ്ങളിപ്പോൾ അച്ഛനച്ഛൻ്റെ കാലം മുതൽ ഹെറിഡിറ്ററി ആയി കിട്ടിയ ഭൂമിയാകാം, സെയിൽ ഡീഡിലൂടെ കൈമാറി കിട്ടിയ ഭൂമിയാകാം. ആ ഭൂമിയിൽ പട്ടയത്തിൽ പറയുന്ന വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അതിനെ ആരുടെ ഉടമസ്ഥയിലാണെങ്കിലും അതിന് രേഖയുണ്ടായാൽ മതി. വളരെ ക്ലിയർ അല്ലേ? അല്ല, ഞാൻ ചോദിച്ചത് വളരെ സിമ്പിളല്ലേ ചോദ്യം. ഇപ്പം നമ്മൾ ചെയ്ത കുറ്റത്തിന് റെഗുലറൈസ് ചെയ്യുന്നു. ഇനി ചെയ്യാൻ പോകുന്ന കുറ്റത്തിന് ഇതിനകം ലഭ്യമായിട്ടുള്ള ഭൂമിയിൽ പെർമിഷൻ കൊടുക്കുന്നു. പെർമിഷന് വേറെ ചട്ടം വരും. അതെ, നമ്മൾ നിയമം ഭേദഗതി ചെയ്യുമ്പോൾ 4A1 4A2 എന്ന് പറഞ്ഞ 2 എണ്ണമാണ് ചെയ്തത്. ഒന്ന് റെഗുലറൈസേഷൻ ഓഫ് കോൺട്രവെൻഷൻസ് ആണ്. മറ്റൊന്ന് ഈ ചട്ടം നിയമം വന്ന തീയതി മുതൽ കയ്യിലിരിക്കുന്ന ഭൂമിയിൽ പുതിയതായി എന്തെങ്കിലും ചട്ടവിരുദ്ധമായി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് അനുവാദം കൊടുക്കലാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു, ഇപ്പോൾ 11 ചട്ടങ്ങളിൽ 960 ഭൂപതിവ് നിയമത്തിൻ്റെ ഭാഗമായി പുറത്തിറങ്ങിയിട്ടുള്ള 11 ചട്ടങ്ങളിലും ഈ പുതിയ ചട്ടം ബാധകമാകും. 93 ഉൾപ്പെടെ. ക്രമപ്പെടുത്തൽ നിയമപരമായി നടക്കുന്ന കാര്യങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. പാരിസ്ഥിതികമായ അനുവാദം കിട്ടി നിയമപരമായിട്ടുള്ള ഭൂമിയിൽ നടക്കുന്ന, പക്ഷേ പട്ടയത്തിൻ്റെ വ്യവസ്ഥ പ്രകാരം അല്ലാത്ത വിധം. ഉദാഹരണത്തിന് 64 പട്ടയത്തിലാണെങ്കിൽ കൃഷി, വീട്, അനുബന്ധ കാര്യങ്ങൾ, ഇത് 3 പറ്റുള്ളൂ. അതല്ലാതെ ഒരു സ്ഥാപനം വെച്ചിട്ടുണ്ടെങ്കിൽ അത് റെഗുലറൈസ് ചെയ്യും. എന്നാൽ നിയമവിരുദ്ധമായിട്ടൊരു സംവിധാനമാണ് കൊണ്ടുവന്നെങ്കിൽ നമുക്ക് റെഗുലറൈസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഉറപ്പായിട്ടും വ്യവസ്ഥ ലംഘിച്ചതിന് നിയമപരമായ നടപടിയുണ്ട്. അതിൽ അകാല കൈമാറ്റം സാധൂകരിക്കാനുള്ള നടപടി മാത്രമേ ഇതിൻ്റെ ഭാഗമായിട്ട് വരുള്ളൂ. അതാണല്ലോ ഇപ്പോൾ പൊതുവെ വലിയ തോതിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. അത് വളരെ ഗൗരവമായൊരു വിഷയമായിട്ട് തന്നെ നമ്മുടെ കേരളീയ സമൂഹം ഏറ്റെടുത്തിരിക്കുകയാണ്. പൊതുവെ മാധ്യമങ്ങളും അത് ഏറ്റെടുത്തതായിട്ട് തന്നെയാണ് കാണുന്നത്. മറ്റു കാര്യങ്ങൾ ഞാൻ അഭിപ്രായം പറയേണ്ട ഒരു കാര്യം മാത്രമല്ല, നമ്മുടെ സമൂഹം പൊതുവിൽ അഭിപ്രായപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അത്തരമൊരാൾ ആ സ്ഥാനത്തിരിക്കരുത് എന്നുള്ള പൊതു അഭിപ്രായം ഉയർന്നു വന്ന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ നിലയല്ല ഇപ്പോൾ വന്നിടത്തോളം കാണുന്നത്. എത്ര കാലം പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. ഏതായാലും നമ്മുടെ സമൂഹത്തിൽ വലിയ പ്രതികരണങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ളൊരു സംഭവമായിട്ടാണിത് മാറിയത്. കാരണം ഒന്നിലധികം സംഭവങ്ങളെ പറ്റിയുള്ള റിപ്പോർട്ടുകൾ വരുന്നു. അതിൽ നിങ്ങൾ തന്നെ പുറത്തു കൊണ്ടുവന്ന കാര്യങ്ങളനുസരിച്ചാണെങ്കിൽ ഒരു സംഭാഷണത്തിൻ്റെ ഭാഗത്ത് ഗർഭസ്ഥ ശിശുവിനെ ആ ഗർഭം അലസിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല, അങ്ങനെ അലസിയില്ലെങ്കിൽ ആ ഗർഭം ധരിച്ച യുവതിയെ കൊല്ലാൻ വലിയ സമയം വേണ്ട എന്ന് വരെ പറയുന്നിടത്തേക്ക് എത്തുന്ന അവസ്ഥ, അതൊക്കെ നിങ്ങൾ പുറത്തു കൊണ്ടുവന്ന കാര്യങ്ങളാണ്. അപ്പോൾ എത്രമാത്രം ക്രിമിനൽ രീതിയാണ് വരുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഭാഗമായിട്ട് കാണേണ്ട ഒരു കാര്യം.
നമ്മുടെ സമൂഹത്തിൽ പൊതുപ്രവർത്തകർക്ക് പൊതുവേ ഉണ്ടായിരുന്ന ഒരു പൊതു അംഗീകാരമുണ്ട്. അതിന് അപവാദം വരുത്തി വെക്കുന്ന ചില കാര്യങ്ങൾ ചില ഘട്ടത്തിലൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. നമ്മുടെ രാജ്യത്തായാലും സംസ്ഥാനത്തായാലും ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഇത്രത്തോളം പോയ ഒരു കാര്യം ഇതേവരെ നമ്മുടെ അനുഭവത്തിൽ കേട്ടിട്ടില്ല. അതൊരു പൊതുപ്രവർത്തകൻ അങ്ങനെ വരുമ്പോൾ സാധാരണ നിലക്ക് ശക്തമായ നിലപാടെടുത്തു പോകണം. പക്ഷെ ഇവിടെ വരുന്നൊരു പ്രശ്നം ഈ എല്ലാം താല്പര്യങ്ങൾ വെച്ച് നോക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമാണല്ലോ പ്രതിപക്ഷ നേതാവെന്ന് പറയുന്നത്. സാധാരണഗതിയിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണം സമൂഹം നല്ലതുപോലെ ശ്രദ്ധിക്കും. ഇപ്പോൾ കോൺഗ്രസ്സിനകത്ത് ഇതുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടായിട്ടുണ്ട്. പലരും വ്യത്യസ്ത പ്രകടിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതൊന്നും മറ്റൊരു രീതിയിലല്ല, ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്നതിൻ്റെ മേലെ അവരുടെ വികാരം പ്രകടിപ്പിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. പലരും രാഷ്ട്രീയ ജീവിതം നയിച്ചവരാണ്. ആ രാഷ്ട്രീയ ജീവിതം എന്ന് പറയുമ്പോൾ ഇപ്പോൾ സാധാരണ രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എതിർക്കുകയൊക്കെ ചെയ്യുമെങ്കിലും ആ രാഷ്ട്രീയ പ്രവർത്തനത്തിനൊരു മാന്യതയും അതിൻ്റേതായൊരു ധാർമ്മികതയുമുണ്ട്. അതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നല്ലോ എന്നുള്ള മനോവ്യഥ അത് കോൺഗ്രസ്സിൽ തന്നെ പലരും പ്രകടിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം, തെറ്റായ രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി അവരുടെ പോളിറ്റിക്സ് ആണെങ്കിൽ നമുക്കതിൽ ഇടപെട്ട് വർത്തമാനം പറയേണ്ട കാര്യമില്ല. പക്ഷേ ആ തെറ്റായ രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി ചില നേതാക്കന്മാർ തന്നെ ശ്രമിച്ചു എന്ന് നേരത്തെ വാർത്തകളുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാധ്യതയായി ഇത്രയെല്ലാം കാര്യങ്ങൾ വന്നിട്ട് അതിനെല്ലാം നേതൃത്വം കൊടുത്ത ഒരാളെ സംരക്ഷിക്കാൻ തയ്യാറാകുന്ന നില അത് പ്രതിപക്ഷ നേതാവിനെ പോലെ ഒരാളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൂടാത്തതാണ്. മാത്രമല്ല അദ്ദേഹം അങ്ങ് പ്രകോപിതനാകുകയാണ്. പ്രകോപിതനായിട്ട് പിന്നെ എന്തെല്ലോ വിളിച്ചു പറയുന്ന അവസ്ഥ സ്വീകരിക്കുകയാണ്. അങ്ങനെയൊരു നിലയിലേക്ക് അദ്ദേഹത്തെ പോലൊരാൾ പോകാൻ പാടുണ്ടോ? ചിന്തിക്കേണ്ട കാര്യം, തൻ്റെ പാർട്ടിയിൽപ്പെട്ട സീനിയേഴ്സ് അടക്കമുള്ള ആളുകൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ അഭിപ്രായം പറയാൻ നിർബന്ധമായത്? പരസ്യമായി പറഞ്ഞല്ലോ. അതേതെങ്കിലും ഒറ്റപ്പെട്ട വ്യക്തിയല്ലല്ലോ, ഒരുപാട് ആളുകൾ പറഞ്ഞല്ലോ. അപ്പോൾ ആ വികാരം ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രതികരണമല്ലേ ഉണ്ടാകേണ്ടിയിരുന്നത്. ബാക്കി കാര്യങ്ങൾ അവർ തീരുമാനിക്കേണ്ടതാണ്. പക്ഷേ ശരിയല്ലാത്ത നിലയാണ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചത്. രാഷ്ട്രീയത്തിന് അവമാനം വരുത്തി വെച്ചതാണ്. പൊതുപ്രവർത്തകർക്ക് അവമാനം വരുത്തി വെക്കുന്നതാണ്. അത്തരമൊരാളെ വഴിവിട്ട് ന്യായീകരിക്കാൻ പുറപ്പെടുന്നത് ഇത്തരം ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്ന നിലയാണുണ്ടാവുക. ഇത് ഇവിടെ ഒതുങ്ങി നിന്നാൽ നല്ലത്. ഇനി എത്ര ആളുകളിലേക്ക് വ്യാപിക്കും എന്നുള്ളത്
എനിക്കുള്ള കാര്യങ്ങൾ കണ്ടാൽ മാത്രമേ പറയാൻ പറ്റൂ. നിയമപരമായ നടപടികളെല്ലാം അതിൽ സ്വീകരിച്ചിരിക്കും. നിയമപരമായി സ്വീകരിക്കാൻ പറ്റുന്ന നടപടി എന്താണോ ആ നടപടി സ്വാഭാവികമായും പോലീസ് സ്വീകരിക്കും. ഞാൻ പറഞ്ഞല്ലോ, എന്താണോ നിയമപരമായി ചെയ്യാൻ കഴിയുന്ന കാര്യം ആ നിയമപരമായ നടപടികൾ പോലീസ് സ്വീകരിക്കും. ആ കാര്യത്തിൽ പുറത്തു വന്ന ശബ്ദ സംഭാഷണങ്ങൾ നമുക്ക് തെളിവുകൾ സഹിതം പൂർണ്ണമായി കിട്ടിയതാണ്. സിഎമ്മിന് ഇന്റലിജൻസും സംവിധാനങ്ങളും ഉൾപ്പെടെയുണ്ട്. നിരവധി സംഭവങ്ങൾ ഇങ്ങനെ ഉണ്ടെന്നും പറയുന്നു. അങ്ങനെ എന്തെങ്കിലും വിവരം അതെന്താണെന്ന് പുറത്തു പറയണം എന്നുള്ളതല്ല, ഇതിൽ കൂടുതലുള്ള വിവരങ്ങൾ മുഖ്യമന്ത്രി എന്ന നിലയിൽ താങ്കളുടെ കൈവശമുണ്ടോ? അല്ല, എൻ്റെ അടുത്തുള്ള വിവരം ഇതിപ്പോൾ പറയേണ്ടതല്ലല്ലോ. ഏതായാലും നിങ്ങൾ ആ കാര്യങ്ങളിലൊക്കെ നല്ല നില പൊതുവിൽ മാധ്യമങ്ങൾ നല്ല നില സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അത് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിന് ഇടയാക്കുന്ന ഒന്നാണ്. നല്ല രീതിയിലുള്ള ഇടപെടലാണ് ഉണ്ടായിട്ടുള്ളത്. ആ നില തുടരണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ആ കാര്യത്തിൽ ഒരാശങ്കയും വേണ്ട. പരാതി നൽകുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള ആശങ്ക ഉണ്ടാകേണ്ടതില്ല. പരാതി നൽകിയാൽ ജീവൻ എന്തെങ്കിലും അപകടം സംഭവിക്കും, ശാരീരികമായി ഭീഷണിയുണ്ട് എന്ന നിലയെ കാണേണ്ടതില്ല. എല്ലാ സംരക്ഷണവും സർക്കാർ ഉറപ്പുവരുത്തും അത്തരം പരാതി ഉന്നയിക്കുന്നവർക്ക്. വരട്ടെ വരട്ടെ, ഞാൻ അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ പ്രതികരിക്കുന്നില്ല കേട്ടോ. ഏത് ഇതിവിടെ കണ്ടല്ലോ നമ്മൾ എന്താണ് സംഭവിച്ചത്. നിന്നെ കൊല്ലാൻ അധികം സമയം വേണ്ടെന്ന് പറഞ്ഞില്ലേ? അതല്ലേ സംഭവിച്ച കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് അങ്ങനെ പല വിഷയങ്ങൾ നിങ്ങളുടെ അടുത്തുണ്ടാവും. ഇപ്പോൾ ഇപ്പം ന്യൂനപക്ഷ പ്രകടനം പോയി മെജോറിറ്റി പ്രകടനമായോ? എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. നമ്മൾ കാണേണ്ടത് ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായാണ്. ഈ ശബരിമല എന്നത് നമ്മുടെ നാടിന് മാത്രമല്ല രാജ്യത്തിന് തന്നെ മാതൃകയായിട്ടുള്ള ഒരു ആരാധനാ സ്ഥലമാണ്. അത് ജാതിമത ഭേദ ചിന്തകൾക്ക് അതീതമായിട്ടുള്ളൊരു സ്ഥലമാണ്. എല്ലാ മതസ്ഥർക്കും എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലമാണ്. സാധാരണ അവിടെ എത്തുന്ന ഭക്തർ വാവരെ കണ്ടാണ് അയ്യപ്പനെ ദർശിക്കാൻ പോകുന്നത്. അത്രമാത്രം മതമൈത്രി ഉൾക്കൊള്ളുന്ന ഒരു സംഭവമാണത്. ഇത് ലക്ഷക്കണക്കിന് ആളുകളാണ് ഇവിടെ എത്തിച്ചേരുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ജൂബിലി ആഘോഷത്തിൻ്റെ ഭാഗമായി അവർ നിശ്ചയിച്ചു ഒരു ആഗോള അയ്യപ്പ സംഗമം നടത്താമെന്നുള്ളത്. ഇതാണ് സംഭവിക്കുന്നത്. ആഗോള അയ്യപ്പ സംഗമത്തിന് നടത്തുന്നു എന്ന് പറഞ്ഞപ്പോൾ എല്ലായിടങ്ങളിലുള്ളവർക്ക് താല്പര്യമാണ്. കേരളത്തിലുള്ളവർക്ക് മാത്രമല്ല, കേരളത്തിന് പുറത്തുള്ളവർക്കും താല്പര്യമാണ്. അപ്പോൾ ഇതിനെ ഒരു രാഷ്ട്രീയമായി കാണേണ്ട ഒരു കാര്യമല്ല. ഇത് ആരാധനയുടെ ഭാഗമായി നടക്കുന്ന കാര്യമാണ്. ദേവസ്വം ബോർഡ് നടത്തട്ടെ. സർക്കാരിൻ്റെ ഒരു പരിപാടിയല്ലത്, ദേവസ്വം ബോർഡിൻ്റെ പരിപാടിയാണ്. ഇത്തരം കാര്യങ്ങൾക്കൊക്കെ സർക്കാർ സഹായങ്ങൾ ചെയ്യാറുണ്ട്. അതല്ല മറ്റൊരു കാര്യവും സർക്കാരിനതിലില്ല. അപ്പോൾ നല്ല നിലക്ക് ആ പരിപാടി നടക്കട്ടെ. പിന്നെ വിരട്ടലും കൊണ്ടൊന്നും പുറപ്പെടണ്ട കേട്ടോ. അതുകൊണ്ടൊന്നും പരിപാടി നടക്കാതിരിക്കില്ലല്ലോ. ഇത് രാജീവ് ചന്ദ്രശേഖറിന് കേരളത്തിൻ്റെ ഒരു ശരിയായ നില അറിയാത്ത ഒരാളാണ്. അതുകൊണ്ടായിരിക്കും അങ്ങനെയൊരു വിരട്ടുന്ന രീതിയിലൊക്കെ വർത്തമാനം പറഞ്ഞതെന്നാണ് തോന്നുന്നത്. ഇനി നേരത്തെ പറഞ്ഞ ഒരു കേസുകളുടെ കാര്യം പറഞ്ഞല്ലോ. ആ കേസുകളുടെ കാര്യത്തിൽ നേരത്തെ ഞങ്ങളൊരു തീരുമാനം എടുത്തതാണല്ലോ. അതായത് ഇവരുടെ എല്ലാം നിവേദനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് തീരുമാനമെടുത്തത്. അത്തരം കേസുകൾ പിൻവലിക്കുക എന്നത് ഈ അക്രമ സംഭവങ്ങൾ ഒഴികെയുള്ള കേസുകളെല്ലാം പിൻവലിക്കുന്നൊരു നിലപാടെടുത്തല്ലോ. അത് തീരുമാനമായതാണ് എല്ലാ കാര്യത്തിലും. ഒന്നും ബാക്കി നിൽക്കുന്ന കാര്യമല്ല. അപ്പോൾ ഈ കാര്യത്തിൽ നമുക്ക്
അയ്യപ്പ സംഗമം നടക്കട്ടെ. ഭക്തരായിട്ടുള്ളവർ, അയ്യപ്പൻ്റെ ആളുകൾ, അയ്യപ്പനെ നല്ല നിലക്ക് കാണുന്നവർ എല്ലാവരും അവിടെ എത്തിച്ചേരട്ടെ. നമുക്ക് ആവശ്യമായ സഹായവും പിന്തുണയും അതിന് നൽകാം. ബാക്കി കാര്യമൊക്കെ പിന്നെ പറയാം. ഇപ്പോൾ തൽക്കാലം നിർത്താം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.